ഇന്ത്യക്കെതിരെ ശക്തമായി തിരിച്ചടിക്കുമെന്ന് പാകിസ്ഥാന്റെ പല അധികാരികളും ഉറച്ച സ്വരത്തിൽ പറയുന്നുണ്ട്. ഇന്ത്യക്കെതിരെ ആണവശക്തി ഉപയോഗിക്കുമെന്നും ഇന്ത്യൻ ജനതയുടെ രക്തപ്പുഴ ഒഴുകും തുടങ്ങിയ പല രീതിയിൽ പാകിസ്ഥാൻ ഇന്ത്യയെ പ്രകോപിച്ചുകൊണ്ടിരിക്കുകയാണ്. പാകിസ്ഥാന്റെ ഇപ്പോഴുള്ള ഒരു അവസ്ഥ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണ്. എല്ലാം കൊണ്ടും തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. ഇന്ത്യ പാകിസ്ഥാന് നേരെ നടത്തിയിട്ടുള്ള സർജിക്കൽ സ്ട്രൈക്കുകളുടെ കണക്കുകൾ ഓർമ്മയുണ്ടെങ്കിൽ തന്നെ ഈ പാകിസ്ഥാൻ ഒരിക്കലും ഇന്ത്യയുമായിട്ട് യുദ്ധകാഹളം മുഴക്കില്ല. അങ്ങനെയുള്ള ഈ ഒരു പാകിസ്ഥാൻ ഇന്ത്യക്ക് നേരെ ശക്തമായ സ്വരത്തിൽ അടിച്ചാൽ തിരിച്ചടിക്കുമെന്നും യുദ്ധത്തിന് തങ്ങൾ തയ്യാറാണെന്നും പറയണമെങ്കിൽ അതിനു പിന്നിൽ ശക്തമായ കൈകൾ പാകിസ്ഥാന് പിന്തുണ നൽകുന്നുണ്ട്. ചൈന പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്നുവെന്നും പരസ്യമായിട്ട് തന്നെ അറിയിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഭീകരവാദത്തിനെതിരെ ലോകരാജ്യങ്ങളെല്ലാം ഇന്ത്യയെ അനുകൂലിക്കുമ്പോൾ എന്തുകൊണ്ടാകും ചൈന പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്നത്? ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പാകിസ്ഥാനെ കരുവാക്കി ചൈനയുടെ ലക്ഷ്യം എന്താണെന്നുള്ളതാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഐ എം സ്വാതി, വെൽക്കം ബാക്ക് ടു ടോക്ക് സ്പേസ്. പാകിസ്ഥാനെതിരെ പാകിസ്ഥാനിൽ തന്നെ എതിരാളികളുണ്ടെന്ന് നമുക്കറിയാം. ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യുന്ന, ഇന്ത്യയുടെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്ന ബലൂചിസ്ഥാൻ. ഈ ബലൂചിസ്ഥാൻ ഇന്ത്യയുടെ കൈകളിലായാൽ പാകിസ്ഥാനേക്കാൾ കൂടുതൽ ക്ഷുഭിതരാകാൻ സാധ്യതയുള്ള ഒരു രാജ്യം ചൈനയാണ്. അതിനുള്ള ഒരു പ്രധാന കാരണം ചൈന നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന സ്റ്റിംഗ് ഓഫ് പേൾസ് ആണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിനും അതിന് ചുറ്റുമുള്ള പ്രദേശങ്ങളിലും തന്ത്രപ്രധാനമായ തുറമുഖങ്ങളും സൈനിക സൗകര്യങ്ങളും വികസിപ്പിച്ച് ചൈനയുടെ സൈനിക സാമ്പത്തിക സാന്നിധ്യം വർദ്ധിപ്പിക്കുക. ഇതുമൂലം ഇന്ത്യയുടെ സ്വാധീനത്തെ ചെറുക്കാനും ചൈനയുടെ ഊർജ വ്യാപാര സുരക്ഷ ഉറപ്പാക്കാനും ചൈന ഉദ്ദേശിക്കുന്നുണ്ട്. ഇതിനായിട്ട് ചൈന തെരഞ്ഞെടുത്ത മാർഗങ്ങൾ ഒന്നാണ് ബലൂചിസ്ഥാനിലെ ഗ്വാദർ തുറമുഖം. ഇത് ചൈന പാകിസ്ഥാൻ എക്കണോമിക് കോറിഡോറിന്റെ ഒരു കേന്ദ്ര ബിന്ദുവായിട്ട് പറയാം. ഇതുവഴി ചൈനയിലേക്ക് മിഡിൽ ഈസ്റ്റിൽ നിന്നുമുള്ള എണ്ണ വ്യാപാരത്തിന് ഡയറക്റ്റ് ആയിട്ട് ഒരു ആക്സസ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ്. ചൈന ബലൂചിസ്ഥാനിലെ ഗ്വാദർ തുറമുഖം വികസിപ്പിക്കുന്നതിന് പിന്നിൽ 4 പ്രധാന കാരണങ്ങളാണുള്ളത്. അതിലൊന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞ എണ്ണ എത്തിക്കാനുള്ള ഒരു സുരക്ഷിതമായിട്ടുള്ള ഒരു മാർഗമാണ് ഈ ഒരു തുറമുഖം എന്നുള്ളത്. അതായത് ചൈനയ്ക്ക് ഓയിൽ ഭൂരിഭാഗം വരുന്നത് ഇവിടെ നിന്നാണ്, സൗദി, ഇറാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുമാണ്. ഇപ്പോൾ ഇത് വന്നുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയുടെ അടുത്തുള്ള ഒരു കടലിടുക്കായിട്ടുള്ള മലാക്ക കടലിടുക്ക് വഴിയാണ്. എന്നാൽ യുദ്ധ സമയങ്ങളിൽ ഈ ഒരു പാത ഇന്ത്യക്ക് അടച്ചു കളയാൻ സാധിക്കും. അതിനുള്ള പരിഹാര മാർഗമായാണ് ഗ്വാദർ പോർട്ട് വഴി എണ്ണ ചൈനയിലേക്ക് കൊണ്ടുപോകാനുള്ള സുരക്ഷിത മാർഗമായിട്ട് ഈ ഒരു ഗ്വാദർ തുറമുഖത്തെ കാണുന്നത്. ഗ്വാദർ വന്നാൽ പാകിസ്ഥാൻ എന്ന രാജ്യം സാമ്പത്തികമായിട്ടും അവിടെ ശക്തിപ്പെടും. ഇവിടെ ചൈനയുടെ ഉദ്ദേശം എന്താണ്? പാകിസ്ഥാനെ ശക്തിപ്പെടുത്തി ഇന്ത്യയെ ബലഹീനമാക്കുക എന്ന ലക്ഷ്യമാണ് ഉള്ളത്. ബലൂചിസ്ഥാൻ ആണെങ്കിൽ പാകിസ്ഥാനിൽ നിന്ന് സ്വതന്ത്ര രാജ്യമാകാൻ ആഗ്രഹിക്കുന്ന ഒരു രാജ്യം കൂടിയാണ്. എന്നാൽ ബലൂചിസ്ഥാനിൽ നിക്ഷേപങ്ങൾ വർദ്ധിപ്പിച്ചാൽ പാകിസ്ഥാന് ബലൂചിസ്ഥാനിൽ കൂടുതൽ നിയന്ത്രണം ഉറപ്പാക്കാൻ സാധിക്കും. ചൈനയുടെ അധീനതയിൽ ബലൂചിസ്ഥാനിലെ ഗ്വാദർ വന്നാൽ അത് ഏറ്റവും കൂടുതൽ ഭീഷണി ഉണ്ടാക്കുന്നത് ഇന്ത്യക്കാണ്. ചൈന ഇന്ത്യയുടെ ചുറ്റുമുള്ള പ്രദേശമായ ഗ്വാദറിലാണെങ്കിലും ശ്രീലങ്കയിലെ ഹംബോട്ടയിലെ ആണെങ്കിലും മ്യാൻമാർ, ബംഗ്ലാദേശ്, അങ്ങനെ എവിടെയാണെങ്കിലും എല്ലാ തുറമുഖങ്ങളിലൂടെയും ഇന്ത്യയെ ജിയോഗ്രഫിക്കലി എൻസർക്കിൾമെന്റ് ഉണ്ടാക്കാൻ ചൈന ശ്രമിക്കുന്നുണ്ട്. സൈനികമായും സാമ്പത്തികമായും ഇന്ത്യ സമ്മർദ്ദത്തിലാക്കുക എന്ന ലക്ഷ്യമാണുള്ളത്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു പാമ്പ് എങ്ങനെ ഇരയെ ചുറ്റിപ്പിടിച്ച് ഞെരുക്കുന്നുവോ അതുപോലെയാണ് ചൈനയുടെ ഒരു തന്ത്രം. ഇന്ത്യയുടെ ചുറ്റുമുള്ള എല്ലാ തുറമുഖങ്ങളിലും സൈനിക സാമ്പത്തിക സാന്നിധ്യം വർദ്ധിപ്പിച്ച് സ്ട്രഗിൾ ഹോൾഡ് സൃഷ്ടിക്കുക എന്നുള്ളത്. ഈ ബലൂചിസ്ഥാനിലെ ഗ്വാഡറിൽ ചൈനീസ് ആണവ കപ്പലുകൾ നിർത്തിയാൽ ഇന്ത്യയുടെ ആണവ പ്രതിരോധത്തിന് ഭീഷണിയായിട്ട് മാറുകയും ചെയ്യും. ഇതെല്ലാം നിലവിൽ ഇന്ത്യക്ക് അറിയുന്ന സാഹചര്യത്തിലാണ് ബലൂചിസ്ഥാനെ സ്വതന്ത്രമാക്കുക, ഇന്ത്യയുടെ ഭാഗമാക്കുക എന്ന ലക്ഷ്യം ഇന്ത്യക്കുള്ളത്. ഇന്ത്യ ഏത് വിധേനയും ബലൂചിസ്ഥാൻ പിടിച്ചെടുക്കും എന്നുള്ളത് ഒരു ഉറച്ച തീരുമാനത്തിൽ തന്നെയാണ് നിലനിൽക്കൊള്ളുന്നത്. ഇപ്പോൾ ഭീകരാക്രമണം ഉണ്ടായ സാഹചര്യത്തിൽ ബലൂചിസ്ഥാനെ പാകിസ്ഥാനിൽ നിന്നും മോചിപ്പിക്കുക എന്ന ലക്ഷ്യമാണ് ഇന്ത്യക്ക് പ്രധാനമായിട്ടുള്ളത്. എന്നാൽ ബലൂചിസ്ഥാനെ പാകിസ്ഥാനേക്കാൾ കൂടുതൽ ആവശ്യമാർക്കാണ് ചൈനയ്ക്ക് ആയതിനാൽ ചൈന പാകിസ്ഥാന് പൂർണ്ണമായ പിന്തുണ നൽകുകയും ചെയ്യും. അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുകയും ചെയ്യും. ഇത് ഇന്ത്യക്ക് ആപത്താണ്. ചൈനയുടെ സൈനിക ശക്തി ഇന്ത്യക്ക് ഇല്ല. ശരിക്കും പറഞ്ഞാൽ
ചൈനയുടെ ഇടപെടൽ അമേരിക്കയെ പ്രകോപിച്ചാൽ ഇന്ത്യ ഒരു പക്ഷേ പൂർണ്ണ പിന്തുണ നൽകി അമേരിക്ക സഹായിക്കുകയും ചെയ്യും. പക്ഷേ ഒരു യുദ്ധം ഒഴിവാക്കുക എന്നതാണ് ലോകരാഷ്ട്രങ്ങൾ ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. ചൈനയുടെ പൂർണ്ണ പിന്തുണ ലഭിച്ചതിനാലാണ് ഇപ്പോൾ പാകിസ്ഥാൻ ഇന്ത്യക്ക് നേരെ യുദ്ധഭീഷണി മുഴക്കിയിരിക്കുന്നത്.